മിസ് വെൽക്കം ടു റേസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ മക്കളെ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ല, എല്ലാവരും പഠിക്കട്ടെ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അല്ലെ, പുതിയ പുതിയ എല്ലാ വീഡിയോസും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ടെൻഷനിലൊക്കെ ആയിരിക്കും. നല്ല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല, അല്ലെങ്കിൽ എന്താ പറയുന്ന, ഒരു 70 നമുക്ക് 40-ലാണല്ലോ, അപ്പൊ ഒരു 36 മാർക്കോളം നമുക്ക് എന്താണ് ലഭിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, അല്ലെ. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഏത്, അതായത് ഒരേപോലുള്ള 2 വാക്കുകൾ തന്നിട്ട് ആ വാക്കിന്റെ അർത്ഥവ്യത്യാസം എന്താണ്. ഓരോ സെന്റൻസിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത അർത്ഥങ്ങളിലായിരിക്കും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നിന്നെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർത്തുപോയി, അല്ലെ. ഞാൻ നിന്നെ കണ്ട സമയത്ത് അദ്ദേഹത്തെ ഓർത്തുപോയി. ഓർത്തുപോയി എന്ന് വെച്ചാൽ അവിടേക്ക് പോയി എന്നാണോ അർത്ഥം? അല്ല, ഞാൻ എന്താണ് ചിന്തിച്ചു എന്നതാണ് അർത്ഥം. അപ്പൊ കൃത്യമായിട്ട് ആശയം എഴുതണം. ഒരു വ്യക്തിയെ കണ്ട സമയത്ത് എന്താണ്, മറ്റൊരാളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കുറിച്ച് ആലോചിച്ചു പോയി എന്നതാണ് ആദ്യത്തെ വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തേത് എന്താണ്, അപ്പു രാവിലെ സ്കൂളിൽ പോയി. അപ്പു രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിൽ പോയി, അവൻ ഒരു പ്രവൃത്തി ചെയ്തു എന്നതാണ് രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം. ഈ രീതിക്ക് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അർത്ഥം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യമാണ്, എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. വരികളുടെ അർത്ഥം അല്ലെങ്കിൽ എന്താണ്, സൂചിതമായിട്ടുള്ള ആശയം എന്താണ്, എന്നിട്ടും അത് പറക്കുന്നു. എന്തുകൊണ്ടാണ് അത് പറക്കുന്നത്? കാരണം പറക്കുന്നവയുടെ സ്വാതന്ത്ര്യവും സാധ്യതയും അപ്പൂപ്പൻ താടിക്കില്ല, അല്ലെ. അതായത് പറക്കാനുള്ള ചിറകോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവരെ പോലെ എന്താണ് കൂടുതൽ ഉയരം പറക്കാനോ ഒന്നും എന്താണ് അപ്പൂപ്പൻ താടിക്ക് അറിയില്ല. ആ ചിന്തയോ അറിവോ ഒന്നും അപ്പൂപ്പൻ താടിക്കില്ല. സ്വന്തം കുഞ്ഞിനോടുള്ള കരുതൽ അനന്തര തലമുറയെ സൃഷ്ടിക്കുക എന്ന നിയോഗത്തെ കുറിച്ചാണ് ഈ വരി സൂചിപ്പിക്കുന്നത്, അല്ലെ. എന്നിട്ടും അത് പറക്കുന്നു, അതായത് ചിറകുകളില്ല, അറിവില്ല, അല്ലെ. എന്താണ്, തന്റെ മടിയിൽ ഇരിക്കുന്നത് ഒരു വിത്താണെന്നോ അല്ലെങ്കിൽ ആ വിത്ത് മുളച്ചെന്താണ് വലിയ മരമാകുമെന്നോ എന്നുള്ള വലിയ അറിവൊന്നും ആർക്കില്ല, നമ്മുടെ അപ്പൂപ്പൻ താടിക്കില്ല. എന്നിട്ടും എന്താണ്, അത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്നു എന്നും അതിന്റെ മടിയിലുള്ള, അല്ലെ, ഒരു എങ്ങനെയാണ് കുഞ്ഞിനെ മടിയിൽ വെച്ച്, ഒരമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ച് പോകുന്നത് പോലെയാണ് ഇവിടെ അപ്പൂപ്പൻ താടി തന്റെ വിത്തിനെ മടിയിൽ വെച്ച് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ വരിയുടെ ആശയം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് സ്കോർ ചെയ്യാം, 3 മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഹാ കൂറ്റൻ കെട്ടിട, ഹാ, അല്ലെ, കഷ്ടം, അല്ലെങ്കിൽ എന്താ പറയാ, ഭാഗ്യമായി ആ കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താത്തത് എത്ര നന്നായി. ഏതാണ്, ശാന്തിനികേതനം. തന്നിരിക്കുന്ന പ്രസ്താവനയിൽ പൊരുൾ എന്താകാം, അല്ലെ. അതെന്താണ്, ശാന്തിനികേതനം അത്ര സുന്ദരമാണെന്നും ശാന്തിനികേതനം എന്താണ്, നഗരത്തെ പോലെ അത്ര എന്താ പറയുന്നത്, നമുക്ക് എന്താ പറയുന്നത്, അരോചകരമായിട്ടുള്ള അല്ലെങ്കിൽ ഗരഗരവുമായിട്ടുള്ള ശബ്ദങ്ങളോ ഒന്നും നമുക്ക് നൽകുന്നില്ല. ശാന്തവും സമാധാനവുമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന എന്താ പറയുന്ന ഒരു അന്തരീക്ഷമാണ് ശാന്തിനികേതനം നൽകുന്നത് എന്നുള്ള ഒരു സൂചനയാണ് വരികളിൽ നൽകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ശാന്തിനികേതനത്തിന്റെ എന്തൊക്കെയാണ്, ലാളിത്യം, സ്വച്ഛത, ശാന്തത, സമാധാനം എന്താണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നഗരത്തിലെ കെട്ടിടങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ശാന്തതയും സമാധാനവും ഒക്കെ എന്താണ്, നഷ്ടപ്പെടും എന്നതാണ് വരികളുടെ സൂചന. പരിസ്ഥിതിക്ക് ഇണങ്ങാത്ത തരത്തിലുള്ളതാവും കൂറ്റൻ കെട്ടിടങ്ങൾ. അതായത് പ്രകൃതിക്ക് അല്ലെങ്കിൽ ശാന്തിനികേതനത്തിന്റെ പരിസരത്തിന് ഇണങ്ങാത്തതാണ് എന്ത്, കൂറ്റൻ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ശബ്ദവും അതുപോലെ തന്നെ ആളുകൾ കൊണ്ട് എന്താണ് തിങ്ങി നിറഞ്ഞ് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന് ശാന്തതയോ സമാധാനമോ നൽകാത്തതാകും. എന്നാൽ ശാന്തിനികേതനം എങ്ങനെയാണ്, എല്ലാ ആളുകൾക്കും ശാന്തതയും, അല്ലെ, ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ശാന്തതയും സമാധാനവും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, 3 മാർക്കിനാണെങ്കിൽ ഒരു 3-4 പോയിന്റ് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യമാണ് എന്ത്, യാത്രയിൽ കൊണ്ടവയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്. ഓരോ യാത്രയും യാത്രികൻ ഉണ്ടാക്കുന്നത് വൈവിധ്യം നിറഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്, അല്ലെ. നമുക്കൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, മോശപ്പെട്ടതും നല്ലതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ജീവിത പാഠമായി മാറിയേക്കാം. യാത്രയിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ, അതിന്റെ തീവ്രത, ഇവയെല്ലാം എപ്പോഴെങ്കിലും ജീവിതയാത്രയിൽ നമുക്ക് തണലായി മാറും എന്നതാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതി
രീതിക്കായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഒന്ന് നോക്കുക. ചോദ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഫ്രണ്ട്സിന് ഷെയറിംഗ് കൂടെ ചെയ്തു കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.